ഹായ് ഓൾ. ക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാത്രയായിരുന്നു, അതിനുശേഷം ഓടി വരികയായിരുന്നു. വീഡിയോ മുടക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് അവിടുത്തെ പരിപാടി വെട്ടിച്ചുരുക്കി ഓടിയെത്തിയതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എവിടെയാണോ മാർക്കറ്റ് ആരംഭിച്ചത്, അല്ലേ, ആ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് അവസാനിച്ചത്. ഇതിൻ്റെ പേരാണ് എക്സ്പയറി ഹങ്കാമ. മനസ്സിലായില്ലേ? ഇതിൻ്റെ പേരാണ് എക്സ്പയറി ഹങ്കാമ. എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഓൾറെഡി രാവിലെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് എന്താണ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ വലിയ ടീംസുകൾ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് മാർക്കറ്റിൽ എന്താണ് നടക്കേണ്ടതെന്നുള്ള കാര്യം. ഞാൻ ഇന്നലെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. മാർക്കറ്റിൽ ഇന്നലെ ഭയങ്കര നെഗറ്റീവിസം ബാധിച്ച രീതിയിൽ പലയിടത്തും സംസാരങ്ങൾ കേട്ടു. വീണ്ടും ഇറാൻ UAE ആക്രമിച്ചു, മിസൈൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം ന്യൂസ്. അതിൻ്റെ പുറകിൽ മാർക്കറ്റ് പൊട്ടും എന്നുള്ളൊരു പ്രതീതി ഇന്ന് മാർക്കറ്റിൽ ഫുള്ളി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ലേറ്റ് നൈറ്റിൽ ഇറാന് അത് ഡിനേ ചെയ്തു. ഇറാൻ ആക്രമിച്ചിട്ടില്ല, അവരുടെ പ്രോക്സികളാണ് ആക്രമിച്ചത്. UAE ഡയറക്റ്റ് ആക്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇത് മാത്രമല്ല, ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ PR സുന്ദരൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു വിഷയത്തിൻ്റെ പുറത്ത് അല്ലെ ഒരു ന്യൂസിൻ്റെ പുറത്ത് അല്ലെ ഒരു സംഗതിയുടെ പുറത്ത് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം അതേ സംഗതികൾ ഉണ്ടാകുമ്പം ഉള്ള റിയാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും. നിങ്ങൾ ആദ്യം ആ കാര്യം മനസ്സിലാക്കുക. ഒരേ കാര്യത്തിൽ മാർക്കറ്റ് പല പ്രാവശ്യം ആദ്യം വീണ അതേ രീതിയിൽ പ്രതികരിച്ച അതേ രീതിയിൽ തന്നെ മാർക്കറ്റ് ഒരിക്കലും വീണ്ടും അതേ സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന സ്വഭാവം മാർക്കറ്റിന് ഇല്ല. ഇതിപ്പം കുറേ നാൾ, ഒരു 3-4 മാസം കൊണ്ട് നടക്കുന്ന സംഗതികൾ, ഫെബ്രുവരി 28 മുതൽ നടക്കുന്ന സംഗതികളാണ് ഇത്, അല്ലേ. അപ്പം ഒന്ന് വന്നു, അന്ന് വലിയൊരു ഫോൾ വന്നു, പിന്നെ അടിച്ചു, പിന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയറ്റി ഇറക്കം വന്നു. ഇപ്പോൾ വീണ്ടും കുറേ നാൾ ശാന്തമായതിനു ശേഷം വീണ്ടും ചെറിയൊരു ഇതുണ്ടായപ്പം ചെറിയൊരു ഡിപ്പ്, അല്ലെങ്കിൽ ഒരു പാനിക് സെല്ലിംഗ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മാർക്കറ്റ് അതിൻ്റെ പുറത്ത് ഭീകരമായിട്ട് പ്രതികരിക്കുക എന്നൊക്കെ നമ്മൾ ധരിക്കുന്നത് വളരെ തെറ്റായ ധാരണയാണ്. അതാണ് ഇന്നിവിടെ മാർക്കറ്റിൽ സംഭവിച്ചതും അതുതന്നെയാണ്. നോക്കിക്കേ, മാർക്കറ്റ് രാവിലത്തെ നെഗറ്റീവ്സും, രാവിലെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് പറഞ്ഞൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് മാർക്കറ്റ് താഴെ വരെ പോയി. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ താഴെ പോയിട്ട് ഇതിപ്പോൾ ഏകദേശം എത്രയാണ്, 23,950 24,100 വരെ മാർക്കറ്റ് പോയി, ഇല്ലേ. ഏകദേശം ഈ പറഞ്ഞ ഇന്നലത്തെ കൂട്ട് തന്നെ 150 പോയിൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് ക്യാൻഡിലായിരുന്നു, അല്ലേ. ഇന്നലെ നിങ്ങൾ നോക്കുകയെ, ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ ഇതുപോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ 180 പോയിൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് ക്യാൻഡിലായിരുന്നു, അല്ലേ. ഇതൊക്കെ സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ ആദ്യത്തെ 5 മിനിറ്റിൽ പൊസിഷൻസ്, വലിയ ടീംസുകൾ നമ്മൾ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ കാണുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ 15 മിനിറ്റ്സ് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് മാർക്കറ്റിൽ വലിയ ടീംസുകൾ ആക്ച്വലി 15 മിനിറ്റ് അല്ല 45 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് വലിയ ടീംസുകൾ പറയുന്നത്. വേണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1000, 2000, 3000 മതിയല്ലോ. അപ്പോൾ ഒരു 15 മിനിറ്റ് വെയിറ്റ് കഴിഞ്ഞാൽ ആ മാർക്കറ്റിൻ്റെ ആ ഒരു വലിയ റഷ്നസ് എന്ത് ചെയ്യും, അങ്ങ് അവസാനിച്ചും അതിനുശേഷം മാർക്കറ്റ് ഒരു നോർമൽ സ്റ്റേജിലേക്ക് എത്തും. അപ്പോഴാണ് നമ്മൾ ബിഗിനേഴ്സ് എൻട്രി എടുക്കാവുന്ന പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ ഇന്ന് രാവിലെ 150 പോയിൻറ്റ് മാർക്കറ്റ് ഒരു വലിയൊരു മൂവ്മെൻറ്റ് നടത്തി. അതിനുശേഷം മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് താഴോട്ടിറങ്ങി വന്നപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചു 24K എന്ന് പറയുന്നത് ഒരു വലിയ മേജർ സപ്പോർട്ടാണ്. ഇതൊരു തലവരയാണ്, അല്ലേ. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒരു തലവരയായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് വന്നു, തട്ടി, വീണ്ടും തിരിച്ച് അവിടെ തന്നെ പോയി, വീണ്ടും താഴോട്ടിറങ്ങി വന്നു, വീണ്ടും ഇവിടെ എത്തി. അപ്പോൾ ഈ ഏരിയയിൽ എത്തിയപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. എന്താണ്, ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് ആക്ട് ആസ് വെരി സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, അല്ലേ. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും മാർക്കറ്റ് താഴോട്ടിറങ്ങിയതിന് ശേഷം അവിടെ പോയി റീടെസ്റ്റ് പോലെ തട്ടി
മാർക്കറ്റ് നേരെ താഴോട്ട് പോയിരുന്നു. ന്യായമായിട്ട് ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ന്യായമായിട്ട് ബുക്ക് ചെയ്തു, അന്യായമായിട്ട് ബുക്ക് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. സ്ക്രീൻഷോട്ട് ഒന്നും കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള പബ്ലിസിറ്റി എനിക്കിട്ട് വേണ്ടതാനും. നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര പേര് നിങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. അത് അങ്ങനെ തന്നെ മനസ്സിലിരിക്കട്ടെ. നമുക്കിതിപ്പം സ്ക്രീൻഷോട്ട് ഇട്ട് പബ്ലിസിറ്റി നടേണ്ട ആവശ്യം ഒന്നുമില്ല, അല്ലേ? കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് വരുന്നവരെ മാത്രം മതി നമുക്ക്. ഓക്കെ, എന്തായാലും മാർക്കറ്റ് അതിന് ശേഷം നല്ല രീതിയിൽ ഒരു ഡൗൺ സൈഡ് പോയി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് അടുത്തൊരു ധാരണ? എന്താണ്? 23,800 മാർക്കറ്റ് എത്തും എന്നുള്ളൊരു ധാരണയാണ് റീറ്റെയിലേഴ്സിൻ്റെ, ഇല്ലേ? പക്ഷെ മാർക്കറ്റ് അവിടം വരെ എത്തിയില്ല. അവിടുന്ന് തന്നെ മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്ത് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ആ ഏരിയയിൽ തന്നെ മാർക്കറ്റ് അവസാനിച്ചു. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് ഈ ഒരു മൂവ്മെൻറ്റ് എന്താണ് നമ്മൾ സൂചിപ്പിക്കുന്നത്? അവസാനത്തെ ഒരു 2 മണിക്കൂർ മാർക്കറ്റ് കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോയി. കാരണം ഇന്ന് എക്സ്പയറി ആയിരുന്നു. മാക്സിമം ഉരുക്കി തീർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതവർ സാധിക്കുകയും ചെയ്തു. അപ്പം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 24Kയുടെ മുകളിലാണ്, അല്ലേ? 24K വീണ്ടും ഇന്ന് ഒരു കൃത്യമായ ഒരു അടിപൊളി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഡേ ക്യാൻഡിൽ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിലും മാർക്കറ്റ് ഈ 24K സപ്പോർട്ട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു സപ്പോർട്ട് ലെവലിൻ്റെ ഇടയ്ക്ക് കിട്ടി. 24,000-നും 23,800 200 പോയിൻറ്റിന് ഇടയ്ക്ക് നമുക്കൊരു സത്യം പറഞ്ഞാൽ വരയ്ക്കാനൊരു പോയിൻ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ലോ കിട്ടി, ഇല്ലേ? ഈ ലോ എന്ന് പറയുന്നത് ഏകദേശം 23,900 റേഞ്ചിനടുത്താണ്. 23,880 എന്ന് പറയുന്ന ഏകദേശം 900 ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് വീണ്ടും നമുക്കൊരു സപ്പോർട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് സപ്പോസ് 24,000 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടുന്ന് മുകളോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന നമ്മൾ വരച്ചിട്ടേക്കുന്ന ഇന്നത്തെ ഈ ഓപ്പണിംഗ് റേഞ്ചില്ലേ, ഈ ഓപ്പണിംഗ് റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് ഇതിനെ മുകളിൽ പോയാൽ ഇപ്പം മാർക്കറ്റ് നാളെ ശ്രദ്ധിക്കാം, നിങ്ങളെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ മാർക്കറ്റ് ഇപ്പോൾ 24,000-ന് മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ മൈൻഡിൽ തന്നെ വെച്ചോണം. ഈ ഒരു ലൈന് പ്രസക്തിയുണ്ട്. കാരണം നോക്കിയാൽ ഈ പറയുന്ന ഓപ്പണിംഗ് റേഞ്ച് നല്ല രീതിയിൽ ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെയും ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന സാധ്യത. ഇതിന് മുകളിൽ പോയാൽ നാളെ മാർക്കറ്റ് ഈ റേഞ്ചിൽ വല്ലതുമാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ടെമ്പററി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് തിരിച്ചു പോകും. ഇല്ല, ഇത് പൊട്ടിയെങ്കിൽ 24,000, പിന്നെ ഇതും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ റേഞ്ച്. ഓക്കെ, ഇതായിരിക്കും നമുക്കുള്ള സപ്പോർട്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി മാർക്കറ്റ് ഇവിടുന്ന് മുകളിൽ പോയി എത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ബോക്സ് ഇപ്പോഴും ബോക്സ് വലപ്പോൾ 21ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ ബോക്സ് വാലിഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബോട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇതിനകത്ത് കയറുമോ അതിവിടെ തട്ടി തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളത് നാളെ നമുക്ക് നോക്കി മാത്രം ട്രേഡ് ചെയ്യാനുള്ള അവസരമാണ്. ഇപ്പം നിലവിൽ US മാർക്കറ്റ് ചെറിയൊരു പോസിറ്റീവിലാണ് ഓടുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയൊരു പോസിറ്റീവിലാണ് ഓടുന്നത്. ഈ പോസിറ്റീവ്നെസ് നാളെ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം മനസ്സിലായല്ലോ? അപ്പോൾ 24,000 നാളെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിനിടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇതും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, മാർക്കറ്റ് ഇവിടെ തട്ടി തിരിച്ചു വരുമോ, ഇതിനകത്ത് കയറി ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. അല്ല, ഇത് ഈ 24,000 പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സപ്പോർട്ട് ഇതായിരിക്കും. ഇതാണ് ഇപ്പം നിഫ്റ്റിയെ പറ്റി നമുക്ക് നിലവിൽ പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. ഇന്നും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് നോക്കിയാൽ നമ്മുടെ ആ റേഞ്ച് വിട്ട് മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല. നമുക്കിനി ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 55,261 മേലോട്ട് പൊട്ടി മേലോട്ട് കയറിയെങ്കിൽ മാത്രമേ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ എവിടെയുള്ളൂ, ബാങ്ക് നിഫ്റ്റിക്കകത്തിലുള്ളൂ. ഇല്ലെങ്കിൽ 55,589 എന്ന് പറഞ്ഞൊരു ക്രൂഷ്യൽ സപ്പോർട്ടിൽ വന്നെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഹെവി വെയിറ്റേജ് സ്റ്റോക്ക് ആണെങ്കിൽ ഇന്നും റിലയൻസ് ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ്. ബാക്കി ബാങ്കുകാരെല്ലാം എന്താണ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഈ പറയുന്ന IT-യും ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേറ്റാണ് പോയത്. നാളെ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു അപ്സൈഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ 24,200
300 കാണാനുള്ള അവസരങ്ങൾ നാളെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഇന്ന് ഒരു ന്യൂട്രൽ സ്റ്റേജിലായിരുന്നു, എങ്ങോട്ടും പോയില്ല, അവിടെ ഇവിടെ ആടിക്കളിച്ച് നിന്നു. എന്തായാലും നമുക്ക് ഒരു മിനിറ്റ് 13,944 എന്ന് പറയുന്നത് നമ്മുടെ ലൈനിൽ തന്നെ കടന്ന് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെ ബാങ്ക് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ BSE നോക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. BSE ഇന്ന് ന്യൂട്രലായിരുന്നു കേട്ടോ, എങ്ങോട്ടും പോയില്ല. BSE കുറേ മേളിട്ട് പോയി, പിന്നെ തിരിച്ച് താഴെ ഒരു കൺസോളിഡേഷൻ മോഡിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് മിഡ് ക്യാപ്പും എങ്ങോട്ടും പോകാഞ്ഞത്. ബാക്കി HDFC AMC ഇന്ന് ചെറുതായിട്ടൊന്ന് പെർഫോം ചെയ്തു. അതിൻ്റെ ഒരു പച്ചപ്പ് മാത്രമാണ് ഇന്ന് കാണാനുണ്ടായിരുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ കൃത്യമായിട്ട് നിങ്ങൾ BSE വാച്ച് ചെയ്യണം. കാരണം BSE ഒരു 10,000 പോയിൻറ്റിന് മുകളിൽ റാലി ചെയ്തു. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഏത് നിമിഷമുണ്ട്. അങ്ങനെയാണ് അത് മിഡ് ക്യാപ്പിനെ താഴോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ BSE നോക്കി മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ പറയാനുള്ള. സെൻസെക്സിൻ്റെ കാര്യം സാറേ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട്, സാറേ സെൻസെക്സിൻ്റെ കാര്യം മറന്നുപോകും. സെൻസെക്സ് സത്യം പറയാൻ ഞാൻ സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റിയെ നോക്കിയാണ് ഞാൻ സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് ട്രേഡിംഗ് വ്യൂവിനകത്ത് ചാർട്ട് 15 മിനിറ്റ് ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ടല്ല, പിന്നെ ബ്രോക്കറിൻ്റെ ആപ്പിലൊക്കെ തപ്പി വേണം നമ്മൾ പോകാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡിസിസീവായിട്ട് 77,631 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം സെൻസെക്സിനകത്തുള്ളൂ. ഇല്ലെങ്കിൽ 76,802 നിലനിർത്തുന്നുണ്ടെന്ന് നോക്കുക. ഇത് പൊട്ടിയാൽ പിന്നെ നമുക്കുള്ളത് 76,124. ഈ പറഞ്ഞ പോലെ തന്നെ ഇതും ഈ ഒരു പിന്നെ ടെമ്പററി സപ്പോർട്ട് ഇവിടെ ഈ ഒരു ലോ ടെമ്പററി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതേ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാം. പലപ്പോഴും നിങ്ങളിപ്പോൾ പറയുന്നുണ്ട്, സാറിൻ്റെ ഇൻ്റർഫിയറൻസ് ഇപ്പം പകൽ കുറവാണല്ലോ ചാർട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഈ ലക്ഷങ്ങളും 10,000ങ്ങളും എടുക്കുന്നവരല്ല എൻ്റെ എയിം. 500, 1000, 1500, 2000 രൂപ നേടി മാറി നിൽക്കുന്ന ആൾക്കാരെയാണ്. അവരെയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായി. അവർക്ക് വലിയ ഫീസുകൾ. ഇന്നിപ്പോൾ ഒരാളെന്നോട് സംസാരിച്ചു, സാറേ ഏകദേശം 10,000-30,000 രൂപയാണ് ഫീസ് കൊടുത്ത് പഠിച്ച ആണ്. പക്ഷേ എന്താണ് അവിടെ പോയിട്ട് അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലായത് എന്താണ് പഠിപ്പിക്കുന്നത്, ഞാനെന്താണ്, എൻ്റെ ആവശ്യം എന്താണെന്നും അവിടെ എന്താണ് പഠിപ്പിക്കുന്നുള്ള കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാണ് മനസ്സിലായത് പുള്ളിക്ക്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഡിപ്പെൻഡൻസി കുറച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. സ്വന്തം കാലിൽ നിന്ന് ട്രേഡ് ചെയ്യിക്കാൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഞാനത് അദ്ദേഹത്തോട്, എന്നെ വിളിച്ച ആളോട് പറയുകയും ചെയ്തു. എൻ്റെ ലക്ഷ്യം മുഴുവൻ ഡിപ്പെൻഡൻസി ഇല്ലാതെ ഇൻഡിവിജ്വലായിട്ട് സ്വന്തം കാലിൽ നിന്ന് ട്രേഡ് ചെയ്യുക. അതിനെ നിങ്ങളെ ഏബിളാക്കുക. അതിന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്തുവാണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പം 1000, 1500, 2000 കൊണ്ട് ഒരു ശമ്പളം കൂടെ, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ശമ്പളം കൂടെ കിട്ടത്തക്ക രീതിയിൽ അത്യാഗ്രഹം ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 1 കിലോ മത്തി മേടിക്കാനുള്ള പൈസ, ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത്. 1 കിലോ, ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മനസ്സിൽ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഇത് കേൾക്കുന്നവർ പലരും. കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിൽ പല ബിരുദന്മാരും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യമില്ല. പലപ്പോഴും പലരും എന്നെ ഇൻബോക്സിൽ വന്ന് പ്രകോപനപരമായ രീതിയിൽ ഇമോജികളും ഡയലോഗുകളൊക്കെ, പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അത്രയ്ക്കാണ് പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെയൊക്കെ ജീവിതത്തിൽ വരുത്തുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എനിക്ക് ആ ഒരു സന്തോഷം മാത്രം മതി. ബാക്കിയൊക്കെ നമ്മൾ മറന്നുപോകണം. കാരണം 100 കണക്കിന് മെസ്സേജുകളാണ് എനിക്ക്. ഞാൻ ഒരു ദിവസം ആ മെസ്സേജുകൾ മാത്രം ക്രോഡീകരിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് വേണം നിങ്ങൾക്ക് ഇടാം, ഓരോരുത്തരുടെ കമൻറ്റ്. അതൊക്കെ വായിക്കുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ താഴെ സാറിൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലസ് യു എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു കമൻറ്റ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലടി കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മളൊരു ഫ്രണ്ട്ലി മാനറിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ
ഓക്കെ, അത് എൻ്റെ പരിധിക്ക്, എൻ്റെ പരിമിതമായ അറിവിനകത്ത് നിന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും എനിക്ക് ഉപദേശിക്കാൻ പറ്റുന്നതുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്താൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കും വളരെ സന്തോഷമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ ഞാൻ വെറുതെ വളവള സംസാരിച്ച് കാട് കയറി പോവാണ്. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മിനിമം ടൈമിൽ മാന്യമായ പ്രോഫിറ്റ് എടുത്ത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൻ്റെ ചവിട്ടി കുറ്റിയടിച്ച് കിടക്കുക എന്നുള്ളതല്ല. മറിച്ച് രാവിലെ 10 മണിയോ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം 1000-1500 കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വീട്ടിൽ പോകാനുള്ള പരിപാടി ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം വീണ്ടും നാളെ കാണാം. താങ്ക് യു ഓൾ.